പ്രിയമുള്ളവരെ, നമ്മുടെ നാട്ടിൽ പണ്ട് ഇങ്ങനെ ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നതായി മുത്തശ്ശിമാരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതായത് അനുജത്തിയെ കാണിച്ച് ജ്യേഷ്ഠത്തിയെ കല്യാണം കഴിപ്പിക്കുക. കാണുവാൻ അധികം സൗന്ദര്യമൊന്നുമില്ലാത്ത ജ്യേഷ്ഠത്തിയെ കാണുവാൻ വരുന്ന ചെറുക്കന് മുന്നിലേക്ക് പെണ്ണ് എന്ന രീതിയിൽ അനുജത്തിയെ കാണിക്കുക. അപ്പോൾ അനുജത്തിയുടെ സൗന്ദര്യമൊക്കെ കണ്ട് ചെറുക്കൻ ഇഷ്ടപ്പെടും. പിന്നെ കല്യാണത്തിന് മാത്രമായിരിക്കും ചെറുക്കൻ വരുന്നത്. അപ്പോൾ ജ്യേഷ്ഠത്തിയെ മുന്നിൽ നിർത്തി കല്യാണം കഴിപ്പിക്കുക. അപ്പോൾ ആകെ കൺഫ്യൂഷനാകുന്ന ചെറുക്കന് പ്രതികരിക്കാനൊന്നും പറ്റില്ല. ആ ഗ്യാപ്പിൽ ജ്യേഷ്ഠത്തിയുടെ കല്യാണം നടക്കും എന്ന ഒരു സമ്പ്രദായം അത് പണ്ട് നാട്ടിൻപുറത്തൊക്കെ ഉണ്ടായിരുന്നതായിട്ട് എൻ്റെ മുത്തശ്ശിയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത്തരമൊരു സംഭവമാണ് ഇപ്പോൾ തിരുവനന്തപുരത്തുകാർക്ക് അഭിമുഖീകരിക്കേണ്ടി വന്നിരിക്കുന്നത്. കാരണം അവർ വിചാരിച്ചത് ശ്രീലേഖ IPS ആയിരിക്കും മേയറായി വരിക എന്നതാണ്. കാരണം തിരുവനന്തപുരത്തുകാരുടെ ഒരു രാഷ്ട്രീയ സ്വഭാവം നമുക്കറിയാം. ഞാൻ മിക്കപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. തിരുവനന്തപുരത്തുകാർ വിദ്യാഭ്യാസവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയാണ് അവർ ഇലക്ഷനിൽ വോട്ടിടുക. അത് ശശി തരൂരിനെയൊക്കെ നോക്കിയാൽ നമുക്കറിയാം. അത്ര വലിയ രാഷ്ട്രീയ പാരമ്പര്യമൊന്നുമില്ലായിരുന്ന ശശി തരൂർ തിരുവനന്തപുരത്ത് നിന്ന് MP ആയാൽ അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസ യോഗ്യതയൊക്കെ വെച്ച് തിരുവനന്തപുരത്തിന് എന്തെങ്കിലും ചെയ്യും എന്ന് കരുതിയാണ് അദ്ദേഹത്തെ മിക്കപ്പോഴും തിരുവനന്തപുരത്തുകാർ വോട്ടിട്ട് വിജയിപ്പിക്കുക. അതുപോലെ ശ്രീലേഖയെ BJP തിരുവനന്തപുരത്ത് മേയർ സ്ഥാനാർത്ഥിയാക്കി നിർത്തുമ്പോഴും തിരുവനന്തപുരത്തുകാർ വിചാരിച്ചത് അവർ മേയറായിട്ട് വരും, അവർക്ക് കുറച്ച് വീക്ഷണങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തിരുവനന്തപുരത്തിന് എന്തെങ്കിലുമൊക്കെ ചെയ്യും എന്ന ഒരു മനോസ്ഥിതിയിലാണ് ശ്രീലേഖയ്ക്ക് അല്ലെങ്കിൽ BJPക്ക് അനുകൂലമായിട്ട് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ആളുകൾ വോട്ട് രേഖപ്പെടുത്തിയത്. പക്ഷേ അവസാനം മേയറായത് VV രാജേഷാണ്. ശ്രീലേഖയെ പതുക്കെ തേച്ചു എന്ന് പറയാം. സമാനമായ ഒരു അനുഭവം നേരത്തെ ഉണ്ടാകുന്നത് 2015 VS അച്യുതാനന്ദനാണ്. കാരണം നാട് നീളെ അദ്ദേഹത്തിൻ്റെ പോസ്റ്ററൊക്കെ അടിച്ച് അദ്ദേഹമാണ് അടുത്ത മുഖ്യമന്ത്രി എന്ന രീതിയിൽ പ്രചരണമുണ്ടായി. പക്ഷേ ഇലക്ഷൻ വിജയിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തെയും നൈസായി തേച്ച് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി. അതേ അനുഭവം ഇപ്പോൾ ശ്രീലേഖയ്ക്കും ഉണ്ടാകുന്നു. ശ്രീലേഖയെ പതുക്കെ തേച്ച് VV രാജേഷ് തിരുവനന്തപുരത്തിൻ്റെ മേയറാകുന്നു എന്നതാണ് അവസ്ഥ. നമ്മൾ പുരാണങ്ങളിലൊക്കെ കാണുന്നത് പോലെ ശിഖണ്ഡിയെ മുൻനിർത്തി യുദ്ധം ചെയ്യുക, അല്ലെങ്കിൽ അനുജത്തിയെ കാണിച്ച് ജ്യേഷ്ഠത്തിയെ കല്യാണം കഴിക്കുക എന്നൊക്കെ പറയുന്നത് പോലെ ഒരു സ്ഥിതിയാണ് ഇപ്പോൾ തിരുവനന്തപുരത്തുള്ളത് എന്നാണ് ഏറ്റവും പരമപ്രധാനമായ യാഥാർത്ഥ്യം. ഇതിനെപ്പറ്റി രാഷ്ട്രീയ നിരൂപകരുടെയൊക്കെ ഒരു വിശകലനം വരുന്നത് രാജീവ് ചന്ദ്രശേഖർ പക്ഷത്തിനു മേൽ K സുരേന്ദ്രൻ്റെയും ഒപ്പം V മുരളീധരൻ്റെയും പക്ഷം നേടിയ ഒരു വിജയമാണ് എന്നതാണ്. അതായത് രാജീവ് ചന്ദ്രശേഖർ BJPയിലേക്ക് ശ്രീലേഖയെ കൊണ്ടുവരുമ്പോൾ അവർക്ക് തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ സ്ഥാനം ഓഫർ ചെയ്തിരുന്നു. പക്ഷേ മുരളീധര പക്ഷവും സുരേന്ദ്ര പക്ഷവും ആവശ്യപ്പെട്ടത് മുഴുനീള രാഷ്ട്രീയക്കാരായ ആരെങ്കിലും ആ സ്ഥാനത്തേക്ക് വരണം എന്നാണ്. എൻ്റെയും ഒരു അഭിപ്രായത്തിൽ അത് തന്നെയാണ് നല്ലത്. കാരണം രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് വേണ്ടി അടികൊള്ളുകയും പോലീസിൻ്റെ മർദ്ദനമേൽക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകൾ ഇത്തരം നീണ്ട നാളുകളിൽ ഈ ബ്യൂറോക്രസിയുടെ ഭാഗമായിരുന്ന എല്ലാം അനുഭവിച്ച ആളുകൾ ഒരു രാഷ്ട്രീയ പാരമ്പര്യവുമില്ലാതെ താക്കോൽ സ്ഥാനങ്ങളിലേക്ക് വരുന്നതിനെ എന്നെപ്പോലുള്ള ആളുകൾക്ക് അനുകൂലിക്കാൻ വഴിയില്ല. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റായി രേഖപ്പെടുത്തുക എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എന്തായാലും ഇപ്പോൾ വലിയ വിവാദം ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട് എന്നാണ് വാസ്തവം. ശ്രീലേഖയ്ക്ക് വട്ടിയൂർക്കാവിലേക്ക് നിയമസഭയിൽ മത്സരിക്കുവാനുള്ള അവസരം നൽകും BJP എന്ന രീതിയിൽ ഒത്തുതീർപ്പിലെത്തിയിട്ടുണ്ട് എന്ന വാദം പുറത്തു വരികയാണ്. ഇന്നലെ ശ്രീലേഖയുടെയൊക്കെ പ്രതികരണം അവർ നടത്തുവാൻ വിമുഖത പ്രകടിപ്പിച്ചിരുന്നു. പത്രക്കാരും ചാനൽ റിപ്പോർട്ടർമാരുമൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് അഭിപ്രായം ആരായുവാൻ അവരോട് ശ്രമിച്ചപ്പോൾ അവരതിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ്, നോ കമൻ്റ് എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത്. എന്തായാലും ഇപ്പോൾ വട്ടിയൂർക്കാവ് സീറ്റ് അവർക്ക് മത്സരിക്കുവാൻ നൽകി ഒരുപക്ഷെ ഒത്തുതീർപ്പിനുണ്ടാകും, ഉത്തരത്തിലേക്ക് BJP പോകുന്നു എന്ന വാർത്ത പുറത്തു വരികയാണ്. അത് ഒരുപക്ഷെ BJPയെ സംബന്ധിച്ച് ആത്മഹത്യപരമായിരിക്കും. കാരണം വട്ടിയൂർക്കാവിൽ ഇനി ശ്രീലേഖ മത്സരിക്കുവാൻ വരുന്ന പക്ഷം ഒരുപക്ഷെ BJP 3ാം സ്ഥാനത്തേക്ക് തള്ളപ്പെടുവാനുള്ള സാധ്യതയുണ്ട്. അവിടെ ഒരുപക്ഷം മുരളീധരനും പ്രശാന്തും, നേരത്തെ തിരുവനന്തപുരം മേയറായിരുന്ന ഇപ്പോൾ വട്ടിയൂർക്കാവിൻ്റെ MLA ആയിട്ടുള്ള പ്രശാന്തും മുരളീധരനും ശ്രീലേഖയും തമ്മിൽ ഒരു ഏറ്റുമുട്ടലുണ്ടായാൽ ആ മത്സരം മുരളീധരനും പ്രശാന്തും തമ്മിൽ എന്ന രീതിയിലേക്ക് ചുരുങ്ങുവാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് വിശകലനങ്ങളൊക്കെ വരികയാണ്. മറ്റൊരു കാര്യം, സംസ്ഥാനത്തെ മുഴുവൻ BJPയുടെ പ്രകടനം ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ എടുക്കുമ്പോൾ അത് കേന്ദ്ര നേതൃത്വത്തിന് ആശ്വാസകരമല്ല എന്ന രീതിയിൽ തന്നെയാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. തൃപ്പൂണിത്തറ മുനിസിപ്പാലിറ്റിയും തിരുവനന്തപുരം കോർപ്പറേഷനും പിടിക്കുന്നത് വരെ അവർക്ക് വിജയിക്കുവാൻ കഴിഞ്ഞു എന്നതിനപ്പുറം വലിയ രാഷ്ട്രീയ നേട്ടങ്ങളൊന്നും ഉണ്ടാക്കുവാൻ കഴിഞ്ഞിട്ടില്ല. നേരത്തെ ഉണ്ടായിരുന്ന പന്തളം മുനിസിപ്പാലിറ്റി അവർക്ക് നഷ്ടപ്പെട്ടു എന്നത് മാത്രമല്ല, അവർ 3ാം സ്ഥാനത്തേക്ക് എത്തപ്പെട്ടു. പാലക്കാട് സീറ്റ് വിഹിതം വല്ലാതെ കുറഞ്ഞു. അവിടെ ഒരു UDF LDF ഒരു അലയൻസ് ഉണ്ടായാൽ ഭരണം നഷ്ടപ്പെടുന്ന സ്ഥിതിവിശേഷമാണുള്ളത്. രാഷ്ട്രീയ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ജില്ലാ പഞ്ചായത്തുകൾ ഡിവിഷനുകളുടെ എണ്ണം എടുത്തു നോക്കിയാൽ ആകെ ഒരു ജില്ലാ പഞ്ചായത്ത് കാസർഗോഡ് നിന്ന് മാത്രമാണ് അവർക്ക് വിജയിക്കുവാൻ കഴിഞ്ഞിട്ടുള്ളത് എന്ന നിഗമനം രാഷ്ട്രീയ നിരൂപകരൊക്കെ പുറത്തുവിടുന്നുണ്ട്. മാത്രമല്ല കഴിഞ്ഞ
കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവർ വിജയിച്ച തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിന് കീഴിൽ വരുന്ന ഒരു അസംബ്ലി നിയോജക മണ്ഡലത്തിൽ നിന്നും ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ BJPക്ക് ലീഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നൊരു വസ്തുത കൂടിയുണ്ട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഗുരുവായൂർ സീറ്റ് ഒഴിച്ച് തൃശ്ശൂർ ലോക്സഭയുടെ കീഴിൽ വരുന്ന 6 നിയമസഭാ സീറ്റുകളിലും BJP ആണ് ലീഡ് ചെയ്തത്. ആ സ്ഥിതിവിശേഷം ഇപ്പോഴില്ല. തൃശ്ശൂരിലെ ക്രിസ്ത്യൻ ന്യൂനപക്ഷ വോട്ടുകൾ UDFിലേക്ക് മടങ്ങിപ്പോകുന്നു എന്ന ഒരു വസ്തുത BJPയെ സംബന്ധിച്ച് ഒട്ടും ആശ്വാസവഹമല്ല എന്ന രീതിയിൽ തന്നെയാണ് റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരുന്നത്. ഏറെ കൊട്ടിഘോഷിക്കപ്പെട്ട രാജീവ് ചന്ദ്രശേഖറിൻ്റെ നിയോഗം അത് കേരളത്തിലെ BJPയെ സംബന്ധിച്ച് പരാജയമായിരുന്നു എന്നൊരു വസ്തുതയുണ്ട്. അതൊരു പക്ഷേ സുരേന്ദ്രൻ മുരളീധരൻ ഗ്രൂപ്പിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിന് കാരണമായേക്കാം എന്ന വലിയ നിഗമനം തന്നെ നടത്തുന്നുണ്ട്. BJPയെ സംബന്ധിച്ച് ഒരു സീറ്റ് അത് ഓപ്പൺ ചെയ്താൽ അടുത്ത തവണ അത് പൂട്ടിപ്പോകുന്ന ഒരു സ്ഥിതിവിശേഷമാണുള്ളത്. നേരത്തെ നേമത്ത് രാജഗോപാലയുടെ ഒരു സീറ്റ് ഓപ്പൺ ചെയ്തു. പക്ഷേ അടുത്ത തവണ അവിടെ കുമ്മനം രാജശേഖരൻ പരാജയപ്പെട്ടു. അതുപോലെ ഒരുപക്ഷെ തൃശ്ശൂരിൽ BJPക്ക് വേണ്ടി സുരേഷ് ഗോപി ഓപ്പൺ ചെയ്ത ലോക്സഭാ സീറ്റ് അടുത്ത പ്രാവശ്യം അത് പൂട്ടിപ്പോകുന്ന ഒരു സ്ഥിതിവിശേഷമാണുള്ളത് എന്ന രീതിയിൽ തന്നെയാണ് നിഗമനങ്ങൾ വരുന്നത്. ഇനി തിരുവനന്തപുരം കോർപ്പറേഷൻ അത് നിലനിർത്തുവാൻ എത്രത്തോളം സാധിക്കും എന്ന രീതിയിലുള്ള വിശകലനങ്ങളും ഒക്കെ പുറത്തു വരുന്നുണ്ട് എന്നതാണ് ഏറ്റവും പരമപ്രധാനമായ ഒരു വിശകലനം. എന്തായാലും BJPയെ സംബന്ധിച്ച് ഈ തദ്ദേശ തിരഞ്ഞെടുപ്പ് ഒട്ടും ആശ്വാസവഹമല്ല എന്ന രീതിയിൽ തന്നെയാണ് റിപ്പോർട്ടുകളൊക്കെ വരുന്നത്. കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ അടിസ്ഥാനത്തിൽ ഏകദേശം 11ഓളം നിയമസഭാ മണ്ഡലങ്ങളിൽ ലീഡ് ചെയ്ത BJP ഇപ്പോൾ അത് 2 എണ്ണമായി ചുരുങ്ങിയാണ്. നേമവും വട്ടിയൂർക്കാവും എന്ന 2 സീറ്റുകളിലേക്ക് അവരൊതുങ്ങുന്നു എന്ന ഒരു സവിശേഷമായ സാഹചര്യമുണ്ട്. എന്തായാലും ഇത് എങ്ങനെ തരണം ചെയ്യാൻ കഴിയും എന്ന രീതിയിൽ BJPയുടെ ഭാഗത്തു നിന്ന് കൂടുതൽ ആസൂത്രിതമായ ചർച്ചകളും നീക്കങ്ങളും ഒക്കെ ഉണ്ടാകുന്നു എന്ന വസ്തുതയാണ്. കോൺഗ്രസ് സംബന്ധിച്ച് ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ആശ്വാസകരമായിരുന്നു, വലിയ വിജയങ്ങളാണ് നേടിയത് എന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. പ്രത്യേകിച്ചും ഒട്ടും പ്രതീക്ഷിക്കാതിരുന്ന കൊല്ലം കോർപ്പറേഷൻ്റെ ഒരു വിജയം, അത് ആ കോർപ്പറേഷനിലെ മേയർ സ്ഥാനാർത്ഥി ഹാഫിസ് പോലും അങ്ങനെ ഒരു വിജയം പ്രതീക്ഷിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. മിക്കപ്പോഴും ഞാൻ കൊല്ലത്തെ കോൺഗ്രസ്സുകാരുമായിട്ടൊക്കെ ബന്ധപ്പെടുമ്പോൾ അവർ പറയുന്നത് അവർ പോലും പരസ്പരം നുള്ളി നോക്കി ഇത് സ്വപ്നമാണോ യാഥാർത്ഥ്യമാണോ ഈ വിജയം എന്നറിയുന്നതിന് വേണ്ടി എന്നാണ്. അതായത് അത്രത്തോളം വലിയൊരു വിജയം UDFിന് ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ഉണ്ടാക്കി എന്നത് വലിയ വസ്തുതയാണ്. കൊല്ലം പോലെയുള്ള കുത്തക LDF ജില്ലകളിൽ വലിയ രീതിയിലുള്ള വിജയം UDFിന് ഉണ്ടാക്കുവാൻ കഴിഞ്ഞു എന്നത് വസ്തുതയാണ്. മലപ്പുറം, എറണാകുളം പോലെയുള്ള അവിടെ പരമ്പരാഗത ജില്ലകളിൽ സമ്പൂർണ്ണ വിജയം, ഏകദേശം 14 നിയമസഭാ സീറ്റുകളിൽ എറണാകുളത്ത് അവർ മുന്നിലാണെങ്കിൽ 16 നിയമസഭാ മണ്ഡലങ്ങളിൽ മലപ്പുറത്ത് UDF മുന്നിലാണെന്നൊരു വസ്തുതയുണ്ട്. ഈ പഞ്ചായത്ത് ഇലക്ഷൻ്റെ ഒരു അവലോകനം അത് നിയമസഭാ ഇലക്ഷനിൽ അത് തീർത്തും പ്രതിഫലിച്ചാൽ വലിയ വിജയം UDFിനുണ്ടാകും എന്ന നിഗമനം തന്നെയാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരൂപകരൊക്കെ നടത്തുന്നത്. മാത്രമല്ല കോൺഗ്രസ് അതിനുള്ള മുന്നൊരുക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. ഏകദേശം 3ലധികം വ്യത്യസ്ത ഏജൻസികൾ വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികളെക്കുറിച്ച് വിശദമായി പഠിക്കുന്നുണ്ട്. കനകോലുവിൻ്റെ ഉൾപ്പെടെ 3 ഏജൻസികൾ അവർ നൽകുന്ന ഒരു സ്ഥാനാർത്ഥി ലിസ്റ്റായിരിക്കും കോൺഗ്രസ് പരിഗണിക്കുക എന്ന വലിയ യാഥാർത്ഥ്യം കൂടി മാധ്യമങ്ങൾ ചർച്ചയാണ്. തൽക്കാലം ഈ വീഡിയോ ഇവിടെ വാങ്ങുന്നു. മറ്റു വീഡിയോയിൽ കാണുന്നതുവരെ നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.